മഹി. ദത്തിൻ്റെ മുഖം ചെകുത്താനെ കണ്ടതുപോലെ വിളറി വെളുത്തു. മഹിയുടെ കണ്ണുകൾ ബെഡിൽ മയങ്ങിക്കിടക്കുന്ന ചന്തുവിലേക്ക് നീണ്ടു. തൻ്റെ പ്രാണൻ കിടക്കുന്നത് കണ്ട് അവൻ്റെ നെഞ്ച് വിങ്ങി. അവൻ്റെ കണ്ണ് അവളിൽ ഓടി നടന്നു. മുടിനാഴിഴയ്ക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുകയാണവൻ. മഹിയുടെ നിൽപ്പ് കണ്ട് ദത്ത് ഉമിനീർ വിഴുങ്ങി. ഇങ്ങനെ നിന്ന അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് ബുദ്ധി. ദത്തിൻ്റെ മനസ്സ് പറഞ്ഞ പൊട്ടത്തരം വിശ്വസിച്ചുകൊണ്ട് അവൻ മഹിയുടെ നേർക്ക് നോക്കി. ആഹാ, ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് അവതരിച്ചല്ലോ. എന്നാ പിന്നെ ആദ്യം നീ തന്നെ അങ്ങ് പോ മഹി. മഹി അവനെ പുച്ഛത്തോടെ നോക്കി. എടാ, എന്താടാ നിനക്കൊരു പുച്ഛം? എനിക്കതിനുള്ള കഴിവില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കെന്നെ ശരിക്കും അറിയില്ല മഹി. അറിയാം, എനിക്കല്ലാതെ നിന്നെ ആർക്കാടാ ശരിക്കും അറിയുന്നത്? എനിക്കറിയുന്നത് പോലെ നിന്നെ ദേവിന് പോലും അറിയില്ല ദത്ത. ദത്ത് പുച്ഛത്തോടെ ചിരിച്ചു. അപ്പോ നിനക്കറിയാം? അറിയാം. വെറും 10 വയസ്സുള്ള നീ കളിക്കൂട്ടുകാരിയെയും കൂടപ്പിറപ്പിനെയും ഒന്നിച്ച് കുളത്തിൽ താഴ്ത്തിയത് കണ്ട് നിസ്സഹായനായി ഞെട്ടിവിറച്ചു നിന്നവനല്ലേ ഞാനും. മഹിയുടെ ആ വാക്കുകൾ കേട്ട് ദത്ത് ക്രൂരമായി ഒന്ന് ചിരിച്ചു. അപ്പോ നിനക്കോർമ്മയുണ്ടെല്ലാം. മറക്കാൻ കഴിയുന്നതല്ലല്ലോ ദത്ത നീ എനിക്ക് സമ്മാനിച്ചതൊക്കെ. എൻ്റെ തിരിച്ചുവരവ് തന്നെ അതിനുള്ള കണക്കുകൾ എണ്ണി എണ്ണി തന്നു തീർക്കാൻ തന്നെയാണ്. നീ ഞൊട്ടും. 10 വയസ്സുള്ള എനിക്ക് ഞാൻ ചെയ്തതൊക്കെ നിന്റെ തലയിൽ കെട്ടിവെച്ച് തരാൻ കഴിഞ്ഞെങ്കിൽ ഇന്നതിനപ്പുറം ചെയ്യാൻ കഴിയും മഹി. ആ ഓർമ്മ നിനക്ക് വേണം മഹി. മഹി ഉറക്ക ചിരിച്ചു. ദത്ത് അവൻ്റെ ഭാവമാറ്റം കണ്ട് പതറി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം അത് വച്ചാണോ നീ എന്നെ അളക്കുന്നത്? അന്നത്തെ ആ നിഷ്കളങ്കനായ കുട്ടിയല്ല ദത്ത ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. വേദനകൾ കല്ലാക്കി ചങ്കുറപ്പായി മാറ്റി തീർത്ത് മനസ്സിൻ്റെ പക രാഗി മിനുക്കി എന്തിനും പോന്നവനായി കരുത്താർജിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീറ്റവനാണ് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മഹേശ്വർ. ഇന്ന് ഈ നിമിഷം നിന്നെ കൊന്നുകളയാൻ പോലും മടിയില്ലാത്തവൻ. അവൻ്റെ മുഖം പിശാചിനെ പോലെ വലിഞ്ഞു മുറുകി. അത് കണ്ട ദത്തിൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു. നീ ചെയ്ത കൊലപാതകം എൻ്റെ മേലിൽ ചാർത്തിക്കൊണ്ട് നീ രക്ഷപ്പെട്ടു പോയത് എൻ്റെ അച്ഛൻ നിന്നെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ദത്ത. എൻ്റെ അച്ഛൻ്റെ സ്നേഹം, വാത്സല്യം അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നീ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. പക്ഷെ കാലം, സത്യങ്ങളെല്ലാ കാലത്തും മൂടി വയ്ക്കാൻ കഴിയില്ല ദത്ത. എൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞതുപോലെ സ്വന്തം അനിയത്തിയെയും കൂട്ടുകാരിയെയും നീയാണ് കൊന്നതെന്ന് ദേവ് തിരിച്ചറിയുന്ന നിമിഷം വരും. അതിന് ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ് ഇന്നും അവശേഷിക്കുന്നുണ്ട്. അന്ന് പക്ഷേ നിന്നെ കൊല്ലണമെന്ന് ദേവിന് തോന്നിയാലും അത് നടക്കില്ല. കാരണം അന്ന് വരെയും നീ ഉണ്ടാകില്ല. ആരുടെ ശിക്ഷയ്ക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ദത്ത. നിന്റെ അവസാനം എൻ്റെ കൈകൊണ്ടാ. പറഞ്ഞുകൊണ്ട് മഹി ഉയർന്നു ചാടി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പിന്നിലേക്ക് പറന്നു വീണ ദത്ത് ഭിത്തിയിലടിച്ച് നിലത്തേക്ക് വീണു. അവനിൽ നിന്നും ഒരലർച്ച മുഴങ്ങി. മഹി ഉയർന്നു ചാടി അവൻ്റെ മുന്നിൽ നിലയുറപ്പിച്ചു. അവൻ്റെ ആ പൈശാചിക രൂപം കണ്ട് ദത്ത് ഭയന്നുപോയി. അവനെ വലിച്ചുയർത്തിയ മഹി അവൻ്റെ കവിളിൽ ആഞ്ഞിടിച്ചു. ആ ഒറ്റയിടിയിൽ അവൻ്റെ പല്ലുകൾ ഇളകി തെറിച്ചു. അതോടെ ദത്തിൻ്റെ മുഖം മാറി. അവൻ കണ്ണുകൾ തുറിച്ച് മഹിയെ നോക്കി. കുറേയായി നീയും നിന്റെ ഭാര്യയും ചേർന്ന് എൻ്റെ പിന്നാലെ കൂടിയിട്ട്. എടാ മഹി, നീ കാണുന്നതൊന്നുമല്ലടാ യഥാർത്ഥ ദത്ത്. നിന്റെ തന്ത സാരഥി, പാർത്ഥ സാരഥി എന്നെ ഒന്ന് ഞോണ്ടാൻ വന്നതാ. പാവം ചത്തുപോയി. അറിയുമോ നിനക്ക്? എൻ്റെ ഈ കൈകളിൽ കിടന്ന നിന്റെ തന്ത പിടച്ച് തീർന്നത്.
ആർക്കും സംശയം തോന്നാതെ അതൊരറ്റാക്കാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എനിക്കിനിയും പലതും കഴിയും മഹേശ്വർ. അവൻ്റെ ആ വെളിപ്പെടുത്തൽ മഹിയെ ഒന്നുലച്ചു കളഞ്ഞു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതേ സെക്കൻഡിൽ തന്നെ ആ കണ്ണുകൾ രണ്ടും അഗ്നിഗോളമായി മാറി. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. മുഖത്തെ പേശികൾ വലിഞ്ഞു പൊട്ടിപ്പോകുമെന്ന് ദത്തിന് തോന്നിപ്പോയി. മഹിയുടെ മുഖം ചുവന്നു കുറുകി. ചെന്നിയിലെ ഞരമ്പ് പിടച്ചുയർന്നു. സർവശക്തിയും കയ്യിലേക്ക് ആവാഹിച്ചുകൊണ്ട് കൈകൾ ചുരുട്ടി മഹി അവൻ്റെ നെഞ്ചിൻ കൂടിനിട്ട് ഒരു പഞ്ചു കൊടുത്തു. എല്ല് നുറുങ്ങുന്നത് പോലെ ദത്തിന് അനുഭവപ്പെട്ടു. നിലവിളിയോടെ നിലത്തേക്ക് തെറിച്ചു വീണ അവൻ്റെ വായിൽ നിന്നും കൊഴുത്ത രക്തം കുതിച്ചൊഴുകി. മഹി തീയായി മാറിയതുപോലെ ദത്തിന് തോന്നി. പെട്ടെന്നാണ് ഒരു ചെറിയ ചലനം ബെഡിൽ കിടക്കുന്ന ചന്തുവിലുണ്ടായത്. മഹിയുടെ കണ്ണുകൾ അവിടേക്ക് പാഞ്ഞ ആ നിമിഷം ദത്ത് ചാടി എണീറ്റ് മഹിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. മഹി പിന്നിലേക്ക് നിരങ്ങി നീങ്ങി കാലുകളിൽ ഉറച്ചു നിന്നു. ദത്ത് അമ്പരന്നു പോയി. ബെഡിൽ കിടന്ന ചന്തു മെല്ലെ കണ്ണുകൾ ചിമ്മി. അവൾക്ക് ശരിക്കും കാണാൻ കഴിയാത്തതുപോലെ അവൾ കണ്ണുകൾ അടച്ചെന്തൊക്കെയോ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്കൊന്നിനും കഴിഞ്ഞില്ല. അവൾ കണ്ണുകൾ ഉരുട്ടി തുടങ്ങി. പൊടുന്നനെ കണ്ണ് വലിച്ചു തുറന്നു. നിലവിളിയോടെ പറന്നുപോയി ഭിത്തിയിൽ അടിച്ചു വീഴുന്ന ആരെയോ കണ്ട് ചന്തു ഭയത്തോടെ ചാടി എണീറ്റു. വെപ്രാളത്തോടെ വീണ് കിടക്കുന്നവനിലേക്ക് നോട്ടം ചെന്നെത്തിയതും ദത്ത് എന്നൊരു ശബ്ദം അവളിൽ നിന്നും ഉയർന്നു. പെട്ടെന്ന് അവനെ ആക്രമിച്ചത് ആരാണ് എന്നറിയാൻ അവൾ ബെഡിൽ കൈകുത്തി തിരിഞ്ഞു. അവിടെ ചെകുത്താൻ അവതരിച്ചതുപോലെ കത്തി ജ്വലിച്ചു നിൽക്കുന്നു മഹേശ്വർ. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മഹിയേട്ടൻ തന്നെയാണോ ദത്തിനെ? അവൾ അന്തം വിട്ടതുപോലെ അവനെ നോക്കി മിഴിച്ചിരുന്നു. അവരുടെ നോട്ടം തമ്മിലിടഞ്ഞതും ദത്ത് പോക്കറ്റിൽ കിടന്ന ചെറിയൊരു റിമോട്ടിൽ വിരലമർത്തി. അതോടെ ഉച്ചത്തിൽ സൈറൻ മുഴങ്ങാൻ തുടങ്ങി. ആരൊക്കെയോ ഓടി വരുന്ന ശബ്ദം. മഹി വിജിലൻ്റായി നിന്നു. ചന്തു അമ്പരന്ന് നോക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് അവൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അവളുടെ കാതിലേക്ക് ആ ഒച്ച കടന്നതും അവൾ കാതുകൾ പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ അടച്ചു പിടിച്ചതും ഓർമ്മകൾ അവളിലേക്ക് ഓടിയെത്തി. അവൾ ഞടുങ്ങിപ്പോയി. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് ദത്തിനെ നോക്കി. അപ്പോ ഇവനാണ് ആ മുഖം മൂടി ധരിച്ചു വന്നത്. അവൾ ഞെട്ടലോടെ മഹിയെ നോക്കി. അവളുടെ ഉള്ളു വിറച്ചുപോയി. മഹിയെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്ന 3 മുഖംമൂടിക്കാർ. മഹി നിസ്സഹായനായി അവളെ ഒന്ന് നോക്കി. അതിന് കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് പിന്നിൽ അവളുടെ നേർക്ക് ഗൺ ചൂണ്ടി നിൽക്കുന്ന ദത്ത്. മഹി ചലിച്ചാൽ ചന്തുവിന് നേരെ അവൻ നിറയൊഴിക്കുമോ എന്നവൻ ഭയന്നു. അവൻ്റെ കണ്ണിലെ ഭയം കണ്ട് ചന്തു തിരിഞ്ഞു നോക്കി. ഗൺ ചൂണ്ടി നിൽക്കുന്ന ദത്തിനെ കണ്ട് അവൾ മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി. അത് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് അവളുടെ പിന്നിലൂടെ വന്ന് അവളുടെ കൈകൾ പിടിച്ച് അവളുടെ ഷോൾ കൊണ്ട് തന്നെ ബന്ധിച്ചു. ഡാ, ചന്തു മുരണ്ടു. ഹ, അടങ്ങ് മോളെ, നീ വലിയ അഭ്യാസക്കാരിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു സേഫ്റ്റി നോക്കണ്ടേ? ഇനി കാലുകൊണ്ട് അഭ്യാസം ഇറക്കാൻ തുനിഞ്ഞാ ഡാ വടിവാളെ, അവൻ്റെ വലത് കൈ നീ അങ്ങ് എടുത്തോ. മഹിയുടെ അരികെ നിൽക്കുന്ന ഒരുവനെ നോക്കി ദത്ത് അത് പറയുമ്പോൾ ചന്തുവിൻ്റെ ഉള്ളു കിടുങ്ങി. പെട്ടെന്ന് 2 പേർ ചേർന്ന് മഹിയുടെ കയ്യിൽ വിലങ്ങ് വച്ചു. ഒപ്പം 2 കാലുകളും കൂട്ടിക്കെട്ടി. ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഡാ വിടടാ എൻ്റെ മഹിയേട്ടനെ, അവൾ അലറി. അയ്യോ, അതിന് നിന്റെ മഹിയേട്ടനെ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ മോളെ. ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. ദത്ത് അവളുടെ മുന്നിലായി ബെഡിലേക്കിരുന്നു. അവൻ്റെ ശരീരം വേദനിച്ച അവനെ അത് ബാധിക്കില്ല മോളെ. പക്ഷെ നിനക്കെന്തേലും സംഭവിച്ചാ? ഡാ! മഹിയുടെ അലർച്ച കേട്ട് ചന്തു കിടുങ്ങിപ്പോയി. അവളുടെ നേരെ അവൻ്റെ ചെറുവിരൽ പൊങ്ങിയ. അവളുടെ നേരെ നിന്റെ ചെറുവിരൽ പൊങ്ങിയാൽ? അയ്യോ, ഇങ്ങനെ അങ്ങ് വിറപ്പിക്കല്ലേ ബ്രോ, ഞാൻ പേടിച്ചു മുള്ളിപ്പോകും. 10 വയസ്സിൽ കളിക്കൂട്ടുകാരി മുതൽ തുടങ്ങിയതാ ഞാനീ പരിപാടി. പക്ഷേ അപ്പോഴൊന്നും തോന്നാത്തൊരിത് എനിക്കിപ്പം തോന്നുന്നു. നിന്റെ കൺമുന്നിൽ വെച്ച്
ഞാനിവളെ പോവാ. ട്ടോ, എൻ്റെ പെണ്ണിനെ തൊട്ടാ കൊന്നു കളയും ഞാൻ. അതും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ മരണമായിരിക്കും നിൻ്റേത്. മഹിയുടെ വാക്കുകൾ അഗ്നിയായി. ചന്തു ഞെട്ടലോടെയാണ് അവൻ്റെ ആ ഭാവമാറ്റം കണ്ടത്. തൻ്റെ മഹിയേട്ടൻ തനിക്ക് വേണ്ടി? അവൾക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി. മുഖം മൂടി ധരിച്ചൊരുവൻ മഹിയുടെ മുഖത്ത് ഗൺ കൊണ്ട് ആഞ്ഞടിച്ചു. മഹിയേട്ടാ! ചന്തു അലറിക്കരഞ്ഞു. ആ വേദന അവനെ ബാധിച്ചില്ല. കണ്ണുകൾ പോലും ചിമ്മാതെ അവൻ്റെ നോട്ടം അവളിലായിരുന്നു. അവൻ്റെ ആ നിൽപ്പ് ഗുണ്ടകളെ പോലും അമ്പരപ്പിച്ച് കളഞ്ഞു. അവൻ്റെ നെറ്റിയിലെ മുറിവിൽ നിന്നും രക്തം കിനിഞ്ഞിറങ്ങി. അത് പുരികത്തിലൂടെ തട്ടി കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയിട്ടും അവൻ്റെ നോട്ടം ചന്തുവിൽ തന്നെ തറഞ്ഞു നിന്നു. അവൻ്റെ ആ നിൽപ്പ് കണ്ട് ദത്ത് പൊട്ടിച്ചിരിച്ചു. ശരിയാ ബ്രോ, നീ പറഞ്ഞത് ശരിയാ. പഴയ നിഷ്കളങ്ക പയ്യനല്ല നീ ഇന്ന്. ചങ്കുറപ്പുള്ളോനാ, അതെനിക്ക് ബോധ്യായി. പക്ഷെ നിന്നെ തളർത്താൻ ഞാൻ മാത്രം മതി. കാണണോ നിനക്ക്? ദത്ത് വെല്ലുവിളി പോലെ മഹിയെ നോക്കി. നിന്റെ കണ്ണുകൾ അടയുന്നത് കാണിച്ച് തരട്ടെ ബ്രോ. ദത്തിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഒപ്പം അവൻ ചന്തുവിൻ്റെ മുഖം പിടിച്ചെടുത്ത് കവളിൽ കുത്തിപ്പിടിച്ചു. എടോ! മഹിയുടെ അലർച്ച വകവയ്ക്കാതെ ദത്ത് ചന്തുവിൻ്റെ ചുണ്ടിൽ ലക്ഷ്യം വെച്ച് നീങ്ങി. ഉയർന്ന വെടിയൊച്ച കേട്ട് ദത്തു ഭയന്ന് പിന്നിലേക്ക് നോക്കി. ആകെ പുകമറ, ഉയരുന്ന പൊടിപടലം. അവനൊന്നും കാണാൻ സാധിച്ചില്ല. അവൻ ചന്തുവിനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് എണീറ്റ് നിന്നു. കാഴ്ചകൾ മെല്ലെ തെളിഞ്ഞു. നിലത്ത് വെടിയേറ്റ് വീണ് കിടക്കുന്ന ഗുണ്ടകൾ. ദത്തിൻ്റെ മുഖം ഇടുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അവൻ പകപ്പോടെ ചുറ്റും നോക്കി. പെട്ടെന്ന് അവൻ്റെ നേർക്ക് എന്തോ ഒന്ന് പറന്നു വീണ് അവൻ്റെ മുഖമടച്ച് ഒരെണ്ണം കൊടുത്തു. അവൻ തെറിച്ചു വീണുപോയി. വീണിടത്തു നിന്നും മേലേക്ക് നോക്കിയ ദത്ത് കണ്ണുകൾ ചുരുക്കി മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയെ അവനത്ര പരിചയം പോരാ. ആരാടാ നീ? അവൻ ആ വേദനയിലും അലറി. അതേ അവസ്ഥ തന്നെയായിരുന്നു ചന്തുവിൻ്റേതും. മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണ്? മഹിയേട്ടൻ എവിടെ? അവൾ ചുറ്റും നോക്കി. വിക്രം! മറ്റൊരു ശബ്ദം. ചന്തുവും ദത്തും ഒന്നിച്ചു തിരിഞ്ഞു. ബോസ്? വാതിൽ നിൽക്കുന്ന സ്യൂട്ടുധാരി ആരാണ്? ചന്തുവിൻ്റെ മിഴികൾ പിടച്ചു. വിക്രം, അവനെ എനിക്ക് വേണം, ജീവനോടെ. യെസ് ബോസ്. വിക്രം തിരിഞ്ഞ് ദത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. ദത്ത് ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി. നിങ്ങൾ ആരാ? ഇങ്ങനെ പേടിച്ചാലോ ദത്താ? ഈ മീശയും വെച്ച് ആണുങ്ങളുടെ മാനം കളയാൻ. വിക്രം ചിരിയോടെ നിലത്തേക്കിരുന്നു. മോനെ ദത്താ, ഞാൻ വിക്രം. അതെൻ്റെ ബോസ് അഗ്നിദേവ് റായ്ചന്ദ്. നീ തൊട്ടത് ബോസിൻ്റെ ചങ്കിനെ. ഇനി നീ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് മുംബൈ ഡെവിളിന് മാത്രം അറിയാം. അപ്പോൾ പോയാലോ? ചോദ്യവും മൂക്കിനിട്ടൊരെണ്ണവും ഒരുമിച്ച് കഴിഞ്ഞു. പിന്നിലേക്ക് മറിഞ്ഞവനെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ട് വിക്രം പുറത്തേക്ക് നടന്നു. ചന്തു മിഴിച്ചിരുന്നതും അഗ്നിയുടെ പിന്നിൽ നിന്നും മഹി മുന്നിലേക്ക് വന്നു. അവളെ നോക്കി തന്നെ. കണ്ണുകൾ തമ്മിൽ തമ്മിൽ കൊരുത്തുകൊണ്ട് മഹി അവളുടെ അരികെയിരുന്നു. അവളുടെ കവിൾ പിടിച്ചെടുത്തു. നിറഞ്ഞ മിഴികൾ മെല്ലെ തുടച്ചു മാറ്റി. പിന്നെ അവളുടെ കയ്യിലെ കെട്ടഴിച്ചു. കൈ ഫ്രീ ആയതും ഒരു പൊട്ടിക്കരച്ചിലോടെ ചന്തു മഹിയെ കെട്ടിപ്പിടിച്ചു. മഹി മെല്ലെ അവളുടെ തലയിൽ തഴുകി. അവളുടെ സങ്കടം തീരും വരെയും അങ്ങനെ അവൻ തഴുകിക്കൊണ്ടിരുന്നു. അവളുടെ ഏങ്ങലടികൾ നേർത്തു വന്നു. അവസാനം അവൾ മിഴികൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയ്യോ, ബ്ലഡ് വരുന്നുണ്ടല്ലോ മഹിയേട്ടാ. അവൾ വെപ്രാളത്തിൽ തൻ്റെ ഷോൾ വലിച്ചു കീറി അവൻ്റെ നെറ്റിയിൽ കെട്ടി. അവളുടെ കണ്ണുകളിലെ ആ പതർച്ച, ആ വെപ്രാളം ഒക്കെയും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു മഹി. അവൾ മുറിവ് കെട്ടി അവനെ നോക്കിയതും ആ സെക്കൻഡിൽ അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറുകെ കെട്ടിപ്പിടിച്ചു. ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ തിരുനെറ്റിയിൽ പ്രണയത്തോടെ പതിഞ്ഞു. ഇതൊക്കെയും കണ്ടുനിന്ന മുംബൈ ഡെവിളിൻ്റെ ചുണ്ടിൽ ഇളം പുഞ്ചിരി വിരിഞ്ഞു.